സിനിമയിൽ പരിശുദ്ധ റസൂൽ അപഹസിക്കപ്പെടുന്നുണ്ട്. പരിശുദ്ധ റസൂലിന്റെ ഹദീസുകൾ കൃത്യമായ രീതിയിൽ മാനംകെട്ട രീതിയിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഫെമിനിസ്റ്റ് ഫാത്തിമക്ക് അതാണ് അത്ര പറയുന്നത്. അതിനെ വെച്ചിട്ട് ചില പഠനങ്ങൾ നടത്തിയ ആളുകളൊക്കെ എനിക്ക് അവരുടെ ക്ലിപ്പൊക്കെ വിട്ടു. എന്തിനായിരുന്നു? ഞാനും ഉണ്ട് അത്രയിൽ അഭിനയിക്കുന്നത്. അതാ രസം. ഞാനുണ്ട് ആ സിനിമയിൽ ഞാനുണ്ട് അഭിനയിക്കുന്നത്. തിരക്കടില്ലല്ലോ മുസ്ലിയാർ എന്നായിരിക്കും അല്ല വിചാരിക്കണത്. ഞാൻ അറിയില്ല അഭിനയിച്ചത്. എൻ്റെ ഒരു പ്രസംഗത്തിന്റെ ഒരു ഭാഗം ആ സിനിമയിൽ ഏതോ ഒരു സന്ദർഭത്തിൽ എടുത്തു കൊടുത്തിട്ടുണ്ട്. അത്രയും അതിനെപ്പറ്റി ഒരു സുഹൃത്ത്, ചങ്ങരംകുളം ഭാഗത്തുള്ള ഒരു സുഹൃത്ത് വീഡിയോ ഉണ്ടാക്കിയിട്ട് അയാൾ എനിക്കത് അയച്ചു തന്നിരുന്നു. നമ്മൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ സ്വാഭാവികമായ ഒരു പ്രസംഗം നടത്തുന്നത് പോലും വെട്ടിമുറിച്ചിട്ട് സിനിമക്കാർ എങ്ങനെയെങ്കിലും ഈ സമൂഹത്തിനെ തോൽപ്പിക്കണം എന്ന് കരുതി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് ചില ശൈഖന്മാര് സിനിമ ഹറാമാന്ന് ആരെ പറഞ്ഞു എന്ന്. പഴയകാല ഒരു സിനിമാ നടന്റെ പേരും പറഞ്ഞിട്ട് അയാൾ സ്വർഗത്തിലല്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോന്ന്. അയാൾ സ്വർഗത്തിലല്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോന്ന്. ഇതിനൊക്കെ എന്താ നമ്മൾ പറയേണ്ടത്? ഇതിനൊക്കെ നമ്മൾ എന്താണ് പറയേണ്ടത്? ഇതുകൊണ്ടാണ് മഹാന്മാർ ഈ സൂഫിയാക്കളുടെ ലക്ഷണം പറയുമ്പോ താഅത്തില് ആരാധനകളിൽ നിമഗ്നനായിരിക്കലാകുന്നു അവരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട പരിപാടി എന്ന് പറയുന്നത്. ഫുളൂലത്ത് അടിക്കലല്ല എന്ന്. 10 കാര്യങ്ങൾ ഇനിയും കുറെ വിശദീകരിക്കാനുണ്ട്. അസ്സബ്റു അൻ ഫഖദിദ് ദുനിയാ അനിൽ ഖുറൂജി ഇലൽ മസ്അലത്തി വത്തഖ്ശഖ്വ. ദുനിയാവിൽ എന്തെങ്കിലും കാര്യം നഷ്ടപ്പെട്ടാൽ ആവലാതി പറഞ്ഞ് ആരോന്റെ മുമ്പിൽ യാചിച്ചു നിന്ന് അതിലേക്ക് പ്രവേശിക്കുന്നതിൽ നിന്ന് മാറി നിൽക്കുന്നു. യാചിച്ചോണ്ടിരിക്കുക. ശൈഖന്മാര് മുരീദിനെ പറഞ്ഞേക്കുക, ഇത്ര പവൻ സ്വർണം വേണം ഒരു പെൺകുട്ടിനെ കെട്ടിക്കാനാണെന്നും പറഞ്ഞ് യാചന തന്നെ യാചന. എന്നിട്ടോ എവിടെ കെട്ടിച്ചു ആർക്കറിയാം? എവിടെ കെട്ടിച്ചു ആർക്കറിയാം? ദുന്യാവ് നഷ്ടപ്പെട്ടതിനു വേണ്ടി യാചിച്ചു പിറകെ നടക്കുക. ഇത് ചെയ്യാത്തവനാണ് സൂഫി എന്ന് ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ പറയുന്നു. പിന്നെ പോന്ന് അദ്ദേഹം പറയുന്നത് 6-ാമത്തേത് അശ്ശുഗ്ലു ബില്ലാഹി അസ്സ വജൽ അൻ സാഇരിൽ അശ്ഗാൽ. മറ്റെല്ലാ പ്രവണതകളിൽ നിന്നും മാറി അല്ലാഹുവിൽ വ്യാപൃതരാവുക. അല്ലാഹുവിൽ ദിക്റും ഫിക്റുമായി നിൽക്കുക. അള്ളാഹുവിനെ കുറിച്ച് ഉപദേശിക്കുക. ഇബാദത്തുകൾ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു തോന്നിയാസത്തിലും പങ്കെടുക്കാതിരിക്കുക. ഇതാണ് സൂഫികളുടെ 7-ാമത്തെ ലക്ഷണം. പിന്നീട് അടുത്തത് പറയുന്നത് അൽ ഖഫിയു വദ്ദിക്റുൽ ഖഫിയു അൻ ജമീഇൽ അദ്കാരി. ദിക്റുകളൊക്കെ ചൊല്ലി പിന്നെ അത് ഹൃദയത്തിലേക്ക് കടന്ന് ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് പൊട്ടുന്ന ഒരു ദിക്റുണ്ട്, അതിലേക്ക് എത്തുക. മനായ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ ആ ഒരു ഘട്ടത്തിലേക്ക് എത്തിയാൽ ശ്വാസവും നിശ്വാസവും അല്ലാഹു ആവും എന്ന് പറയുന്നുണ്ട്. അദ്കിയയിൽ വെറുതെ ശ്വാസം വിടൂല. ശ്വാസം അല്ലാഹു, നിശ്വാസം അല്ലാഹു, സർവ്വ ചിന്തയും അല്ലാഹു. വലൗ ഖാത്തറത് ലീ ഫീ സിവാക ഇറാദത്തുൻ അലാ ഖാതിരി യൗമൻ ഹകംതു ബിരിദ്ദതി. ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഏതെങ്കിലും ഒരു നിമിഷത്തിൽ എന്റെ ഹൃദയത്തിൽ റബ്ബേ നിന്നെ കുറിച്ചല്ലാത്തൊരു വിചാരം വന്നാൽ ഹകംതു ബിരിദ്ദതി, ഞാൻ മുർത്തദ്ദായി എന്നങ്ങോട്ട് പ്രഖ്യാപിക്കുമെന്ന് പാടി നടന്ന സൂഫി വര്യർ. അള്ളാഹുവിലായിരിക്കുക സർവ്വചിന്തയും. അങ്ങനെ വരുമ്പോ ഭൗതികമായ സംഗതികളിലേക്ക് കയറാൻ പറ്റൂല. എങ്ങനെയെങ്കിലും പണം സ്വരൂപ് കൂട്ടണം എന്ന് സൂഫിക്ക് വിചാരം വരൂല. ഇന്നതിനൊക്കെ നേരെ എതിരായ ആളുകളെയാണ് നമ്മൾ വലിയ വലിയ ഔലിയാക്കളായിട്ട് പരിചയപ്പെടുത്തി കാണുന്നത്.